ഞാൻ മകളാ, എനിക്കൊരു നാണക്കേടില്ല. എന്റെ അച്ഛനെ കല്യാണം കഴിപ്പിച്ചത് എനിക്കൊരു നാണക്കേടില്ല. നാട്ടുകാർക്ക് നാണക്കേടാന്നാ പറയുന്നത്. ഇതിലൊരു നാണക്കേട് വരേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല. സാധാരണ അച്ഛന്മാർ മക്കളുടെ കല്യാണമാണ് നടത്തി കൊടുക്കുന്നത്. ഇതെനിക്ക് നേരെ തിരിച്ച് എനിക്ക് എന്റെ അച്ഛന്റെ കല്യാണം നടത്തി കൊടുക്കാൻ പറ്റി. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഈ തങ്കക്കുടുംബം പോലെ ഒരു അമ്മേനെ ഞങ്ങൾക്ക് കിട്ടി. കളിയാക്കുന്നവരൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല. രണ്ടുപേരും അടിച്ചു പൊളിച്ച് സന്തോഷത്തോടു കൂടി. സ്വന്തം അച്ഛന്റെ കല്യാണം നടത്തി കൊടുത്ത മകളാണ് കേട്ടോ. സാധാരണ മകൾക്കാണ് അച്ഛൻ കല്യാണം നടത്തി കൊടുക്കുന്നത്. ഇത് അച്ഛന്റെ കല്യാണം മകൾ നടത്തി കൊടുത്തു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്തോരം പുണ്യം ചെയ്യണം. ഇതുപോലെ ഒരു മകളെ കിട്ടാൻ ചേട്ടൻ പുണ്യം ചെയ്യണം കേട്ടോ. ആരാ പറഞ്ഞ നിങ്ങൾക്ക് വയസ്സായെന്ന്? ഈ കളിയാക്കുന്നവരൊക്കെ ഉണ്ട്, പോകാൻ പറയണം കേട്ടോ. ചേട്ടന്റെ ഭാര്യ 1.5 വർഷം മുമ്പ് മരിച്ചു. ഒറ്റപ്പെടലായിരുന്നു. വീട്ടിൽ മക്കളൊക്കെ വിദേശത്തും ഒക്കെ ആയിട്ട് ജോലി ചെയ്യുവാണ്. ആരുമില്ല. വൈകിട്ട് വീട്ടിൽ വന്ന ഒറ്റപ്പെടലായിരുന്നു. ചേച്ചിയുടെയും ഭർത്താവ് മരിച്ചിട്ട് 5 വർഷത്തോളമായി. അങ്ങനെ ഈ രണ്ടുപേരും ഒന്നിച്ചു. അവരുടെ ഏറ്റവും വലിയൊരു സന്തോഷം മക്കളാണ് നടത്തിക്കൊടുത്തത് എന്നുള്ളതാണ് ഏറ്റവും വലിയ അഭിമാനകരം. ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട്, ഈ പ്രായത്തിൽ ഇവർക്ക് വേറെ പണിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അവർ സന്തോഷകരമായി ജീവിക്കട്ടെ. വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ആരോടൊന്നും സംസാരിക്കാനില്ല, ഒരു ഊമയെ പോലെ വീട്ടിൽ ഇരിക്കുക. അതിൽ നിന്നൊരു മോചനം കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഇതെന്റെ അമ്മ, ഇതൊരു മാറ്റവും ഇല്ല. ഞങ്ങളുടെ അമ്മ തന്നെ, അത് തന്നെ, ഒരു മാറ്റവും ഇല്ല. അത് ദൈവം തന്ന അമ്മയാ. ദൈവം ഞങ്ങൾക്കായിട്ട് തന്നത്, ഞങ്ങൾക്ക് മക്കൾക്കായിട്ട് തന്ന അമ്മ. അതുകൊണ്ട് വീണമെന്നുണ്ട്. അടിച്ചു പൊളിക്കട്ടെ. താജ്മഹലോ എവിടെയൊക്കെയാ പോകണമെന്ന് വെച്ചാൽ പൊക്കോട്ടെ. ഇത്രയും നാൾ ഞങ്ങൾ മക്കൾക്ക് വേണ്ടി അച്ഛൻ ജീവിച്ചു. അച്ഛന് വേണ്ടി ജീവിച്ചിട്ടില്ല. ഇനിയിപ്പോ അച്ഛന് വേണ്ടി ജീവിക്കട്ടെ.